ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നമ്മൾ നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ട് വീഡിയോ ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം തന്നെ ഈ നമ്പർ സീരീസ് പലർക്കും എളുപ്പമായിരിക്കാം, പക്ഷേ എക്സാം ഹോളിൽ ഒരുപാട് ടൈം പോകുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് നമ്പർ സീരീസ്. അവർ അതിൽ ഒരുപാട് സമയം ഒരു ഫോക്കസ് ചെയ്യുന്നു. എന്നാൽ അവർക്ക് ആൻസറിലേക്ക് എത്തുന്നില്ല. അതുപോലെ മറ്റുള്ള ടോപ്പിക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാനൊക്കെയാണ് ഈ ഒരു നമ്പർ സീരീസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സെക്കൻഡ് ക്ലാസ് ആണിത്. ആദ്യ ക്ലാസ് കാണാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നമ്പർ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ നമ്പർ സീരീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാപ്പടം പഠിക്കാൻ പറ്റൂല. പിന്നെ എങ്ങനെയാണ് ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല എഫക്റ്റീവ് ആയിട്ട് നമുക്ക് നേരിടാൻ കഴിയും? അതിന് നമ്മൾ ഒരുപാട് വർക്കൗട്ട് ചെയ്യാന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. ചിലപ്പോൾ നമ്മൾ ഈവൻ നമ്പേഴ്സിന്റെ സീരീസ് കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് അടുത്ത ടേം ഒരു ഈവൻ നമ്പർ ആണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്? നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മുൻപേ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്പർ സീരീസ്, ഓഡ് വൺ ഔട്ട് തുടങ്ങിയ മെന്റൽ അബിലിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ സാധിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ ആദ്യ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഫിബൊനാച്ചി സീരീസിലെ സീക്വൻസ് ആണ്. ഇവിടെ 0 1 1 2 3 5. ഇതിന്റെ അടുത്ത ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇതിന്റെ ലോജിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തടുത്ത രണ്ട് സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള സംഖ്യ കിട്ടും, നെക്സ്റ്റ് ടേം കിട്ടും. അതായത് അടുത്തടുത്ത രണ്ട് സംഖ്യകളായുള്ള 1ഉം 0യും കൂട്ടിയപ്പോ, 0യും 1ഉം കൂട്ടിയപ്പോ എന്ത് കിട്ടും? 1 കിട്ടും അല്ലെ? അതിനുശേഷം 1ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടേം ആയിട്ടുള്ള 2 കിട്ടും. 1ഉം 2ഉം കൂട്ടുമ്പോൾ അടുത്ത സംഖ്യയായിട്ടുള്ള 3 കിട്ടും. 2ഉം 3ഉം കൂട്ടുമ്പോൾ അടുത്ത സംഖ്യയായിട്ടുള്ള 5 കിട്ടും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടേം എത്രയായിരിക്കും? നെക്സ്റ്റ് ടേം കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു 3ഉം 5ഉം കൂടി കൂട്ടുക അല്ലെ? 3 + 5 = എത്രയാണ്? 8 ആണ് ആൻസർ. ഇതിനെ നമ്മൾ ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സീരീസ് എന്ന് പറയാറുണ്ട്. അത് അറിയുന്നവർക്ക് വേഗത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ സീക്വൻസിന്റെ ഐഡിയ ഇതാണ്: അടുത്തടുത്ത രണ്ട് സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം കിട്ടും. ഇതാണ് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എത്രയാണ്? 8 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ആൾട്ടർനേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് find the number in the series. Okay, find the next number in the series. അപ്പോ 4 9 6 11 8 ആണ്. ഇത് ആൾട്ടർനേറ്റീവ് മെത്തേഡ് അല്ലെ? അതായത് നോക്കിക്കേ, ഇവിടെ 4 9 6 11 അതിലെന്തെങ്കിലും കണക്ഷൻ നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും കിട്ടത്തില്ല. എന്നാൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒന്നിടവിട്ട് നോക്കി കഴിയുമ്പോൾ 4 6 8, അടുത്താണെങ്കിലോ 9 11. സോ നെക്സ്റ്റ് എത്ര വരും? ഇവിടെ +2 ഇങ്ങനെ കൂടി വരുന്നു അല്ലെ? കൂടി വരുന്നു 4 6 8 +2 ഇങ്ങനെ കൂടി വരുന്നു. ഇവിടെയാണെങ്കിലോ ഇവിടെയും +2 9 11. സോ 11ന്റെ കൂടെ +2 ആഡ് ചെയ്ത് എത്ര വരും? നമുക്ക് 13 എന്ന് കിട്ടും. സോ നെക്സ്റ്റ് ടേം എത്രയാണ്? 13. അപ്പൊ ഈ ഒരു മെത്തേഡിനെയാണ് ആൾട്ടർനേറ്റീവ് മെത്തേഡ്. അതായത് നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ അതിലൊരു കണക്ഷൻ കാണുന്നുണ്ടാവും. എന്തെങ്കിലും ചിലപ്പം +3 ആവാം, അല്ലെങ്കിൽ × 2 ആവാം, ഇങ്ങനെയുള്ള കണക്ഷൻ, അല്ലെങ്കിൽ -4 ആവാം. ഇങ്ങനെ പല കണക്ഷൻസ് ഉണ്ടാവും. സോ അതിനെയാണ് ആൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും CSEB എക്സാം വരുന്ന എന്നാണ്? ഫെബ്രുവരി 15-നാണ്. സോ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 30 ദിവസത്തെ
ഫോക്കസ് ഈ ഒരു എക്സാം ഫോക്കസ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ലോങ് ടേം അടുത്ത CICB എക്സാമിന് വേണ്ടിയുള്ള ഒരു ലോങ് ടേം ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 30 ദിവസം ആദ്യം വരുന്ന ഈ ഒരു 30 ദിവസത്തെ ഈ ബാച്ചിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഫെബ്രുവരി 15 എക്സാമിലേക്കുള്ള ആ ഒരു 30 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അപ്പൊ നമ്മൾ ഡെയിലി ഇതുപോലെ ഓരോ മാത്സിലെയും മറ്റുള്ള ടോപ്പിക്സിലെയൊക്കെ വർക്കൗട്ടുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് സെഷൻസ് ഇതൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ലൈവ് റെക്കോർഡ് ക്ലാസ് അതിനെ ആസ്പദമാക്കി റിവ്യൂ ക്ലാസ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 30 ദിവസത്തെ ക്ലാസ് ആണ്, 30 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആണ്. ഓൺലി ഓറിയന്റഡ്, എക്സാം ഓറിയന്റഡ്. ഈ ഫെബ്രുവരി 15 എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബാച്ച് ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിനെ കുറിച്ചും നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ചിനെ കുറിച്ചും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും എക്സാമിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ വ്യൂ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. 12, 7, 21, 16, 30. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പല കണക്ഷൻസ് ഉണ്ട്. 12 5 കുറച്ചു കഴിഞ്ഞാൽ 7 കിട്ടും. 7ന്റെ കൂടെ 14 കൂട്ടിക്കഴിഞ്ഞാൽ 21 കിട്ടും. 21 വീണ്ടും 5 കുറച്ചു കഴിഞ്ഞാൽ 16 കിട്ടും. 16ന്റെ കൂടെ 14 കൂട്ടിക്കഴിഞ്ഞാൽ 30 കിട്ടും. അപ്പോൾ ആദ്യം -5 കുറക്കുന്നു, പിന്നെ +14 കൂട്ടുന്നു. അപ്പൊ അടുത്ത എന്തായിരിക്കും? വൺസ് അഗെയിൻ -5 കുറക്കുക അല്ലെ. സോ 30ൽ നിന്ന് -5 കുറക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരും? 25 എന്ന് ആൻസർ വരും. സോ ആൻസർ എത്രയാണ്? 25 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ കണക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 12ൽ നിന്ന് 5 കുറക്കുന്നു, അപ്പൊ 7 കിട്ടുന്നു. 7ന്റെ കൂടെ 14 ആഡ് ചെയ്യുന്നു, അപ്പൊ 21 കിട്ടുന്നു. 21ൽ നിന്ന് വീണ്ടും 5 കുറക്കുന്നു, 16 കിട്ടുന്നു. 16 വീണ്ടും +14 കൂട്ടുമ്പോൾ 30 കിട്ടുന്നു. വൺസ് അഗൈൻ 30 -5 കുറക്കുമ്പോൾ എത്ര വരും? 25 കിട്ടും. സോ 25 ആണ് ആൻസർ. അല്ലെങ്കിൽ ഇവിടെ ആൾട്ടർനേറ്റീവ് മെത്തേഡും യൂസ് ചെയ്യാൻ സാധിക്കും. നോക്കിക്കേ, 12 + 9 21, 21 + 9 30. അതുപോലെ 7 + 9 16, 16 + 9 25. ചിലപ്പോൾ ചില സീരീസുകളിൽ ഒന്നിൽ കൂടുതൽ കണക്ഷൻസ് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ 2 കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കണ്ട, ചില സീരീസുകളിൽ ഒന്നിൽ കൂടുതൽ കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ്. അപ്പൊ നെക്സ്റ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. സീരീസ് എന്താണ്? 13, 22, 40, 67, 103. 13ഉം 22ഉം 9ന്റെ ഡിഫറൻസ്, 22ഉം 40ഉം 18ന്റെ ഡിഫറൻസ്, 40ഉം 67ഉം 27ന്റെ ഡിഫറൻസ്, 67ഉം 103ഉം 36ന്റെ ഡിഫറൻസ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 9, 18, 27, 36 ഈ ഒരു ഡിഫറൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ് അല്ലെ. ഈ ഒരു ഡിഫറൻസ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ഈ 9, 18, 27, 36 ഇതൊക്കെ എന്താണ്? ആക്ച്വലി എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്, 9ന്റെ ഗുണിതങ്ങളാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം 9 ഡിഫറൻസ് വന്നു, പിന്നെ 18 വന്നു, പിന്നെ 27 വന്നു, പിന്നെ 36 വന്നു. അപ്പൊ അടുത്ത ഡിഫറൻസ് എത്രയായിരിക്കും? 45 അല്ലെ. 36 കഴിഞ്ഞാൽ 9ന്റെ അടുത്ത മൾട്ടിപ്പിൾ ആണ് 45. ഓക്കെ, സോ 103 + 45 നമ്മുടെ ആൻസർ എത്രയാണ്? 148. 148 ആണ് ആൻസർ ആയിട്ട് വരിക. 148. ക്ലിയർ ആണല്ലോ. സോ ഇവിടെ കണക്ഷൻ എന്താണ്? ഇവിടെ ഡിഫറൻസ് ആയിട്ട് 9ന്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ വരികയാണ്. 9, 18, 27, 36 പിന്നെ 45. അല്ലെങ്കിൽ നോക്കിക്കേ, ഇപ്പൊ ഇവിടെ 9, ഇവിടെ 18, ഇവിടെ 27, ഇവിടെ 36. എഗെയിൻ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ 9, 9, 9 കണ്ടോ, ഡിഫറൻസ് എടുക്കുക. ഈ ഡിഫറൻസിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 9 ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നതാണ്.
അങ്ങനെയും നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ അടുത്ത ഡിഫറൻസ് പറയുമ്പോൾ 36ന്റെ കൂടെ 9 കൂട്ടുമ്പോൾ 45, അതായത് ഈ 103ന്റെ കൂടെ 45 കൂട്ടുമ്പോൾ 148 എന്ന് കിട്ടും. ഇതും വേറൊരു മെത്തേഡാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 38, 37, 40, 39, 32. ഇവിടെ വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഇവിടെയും രണ്ട് രീതിയിലൂടെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ആൾട്ടർനേറ്റീവ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ കണ്ടോ, +2 +2, ഇവിടെ +2, എഗെയിൻ +2 പോവുകയാണെങ്കിൽ എത്ര വരും, 39 + 2, നമ്മുടെ ആൻസർ എത്രയാണ്, 41 അല്ലെ. ആൾട്ടർനേറ്റീവ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 41 ആൻസർ കിട്ടും. അല്ലാതെ വേറെ മെത്തേഡിലൂടെയും ആൻസറിലേക്ക് എത്താൻ സാധിക്കും. 38 1 കുറച്ചു കഴിഞ്ഞാൽ 37, 37 3 കൂട്ടിക്കഴിഞ്ഞാൽ 40, 40 1 കുറച്ചു കഴിഞ്ഞാൽ 39, 39 3 കൂട്ടിക്കഴിഞ്ഞാൽ 42, 42 1 കുറച്ചു കഴിഞ്ഞാൽ 41. അപ്പോ ആദ്യം -1 കുറക്കുന്നു, പിന്നെ +3 കൂട്ടുന്നു, പിന്നെ -1 കുറക്കുന്നു, +3 കൂട്ടുന്നു, ഇങ്ങനെ ഒരു -1 +3 ആ ഒരു ഡിഫറൻസിൽ പോകുന്ന സീരീസ് ആണെന്ന് പറയാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ്, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ സീരീസ്. 14, 19, 29, 49, ഡാഷ് 169, 329. അപ്പൊ ഇവിടെ എന്താണ് കണക്ഷൻ എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ മിസ്സിംഗ് നമ്പർ ആണ്, നെക്സ്റ്റ് നമ്പർ അല്ല, മിസ്സിംഗ് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കുക, നമ്മൾ ഡിഫറൻസ് എഴുതി നോക്കുക. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഫറൻസിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കണം. ഈ ഡിഫറൻസിൽ എന്തെങ്കിലും കണക്ഷൻ ഇല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ആൾട്ടർനേറ്റീവ് മെത്തേഡ് നോക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നിടവിട്ടിട്ടുള്ള നമ്പേഴ്സിന്റെ കണക്ഷൻ. പിന്നെ അല്ലെങ്കിൽ ഈ സ്ക്വയേഴ്സോ അല്ലെങ്കിൽ ക്യൂബ്സോ അത് റിലേറ്റഡ് ആയിട്ട്, സ്ക്വയറിന്റെ കൂടെ 1 കൂട്ടിയുള്ള സീരീസ്, അല്ലെങ്കിൽ ക്യൂബിന്റെ കൂടെ 1 കുറച്ചുള്ള സീരീസ്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ക്വയറോ ക്യൂബ്സോ ആയിട്ട് വരുന്ന സീരീസ്, ഇത് നോക്കുക. ഇതൊന്നും അല്ലെങ്കിൽ മാത്രമാണ് വേറെ എന്തെങ്കിലും കണക്ഷൻ അതിൽ കിടക്കുന്നുണ്ടാവുക. അപ്പൊ ആദ്യം നിങ്ങൾ എന്തെങ്കിലും നോക്കണം, ഡിഫറൻസ് വെച്ച് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കണം. അതില്ലെങ്കിൽ മാത്രമാണ് ആൾട്ടർനേറ്റീവ് മെത്തേഡ്, സ്ക്വയർ അതുപോലെ ക്യൂബ് ആ മെത്തേഡിലോട്ട് പോകാൻ പാടുള്ളൂ. ഇപ്പോ 14 19 ആണെങ്കിൽ 5ന്റെ ഡിഫറൻസ്, 19 29 ആണെങ്കിൽ 10ന്റെ ഡിഫറൻസ്, 29 49 ആണെങ്കിൽ 20ന്റെ ഡിഫറൻസ്. കണ്ടോ, ഇപ്പൊ ഇരട്ടിയായി വരിക, 5 10 20. 20ന്റെ ഇരട്ടി എത്ര വരും, 40 അല്ലെ. അപ്പൊ 49 ഇവിടെ 40 കൂട്ടിക്കഴിഞ്ഞാൽ 89 വരും. ഇനി 89 169 80ന്റെ ഡിഫറൻസ്, 169 329 160ന്റെ ഡിഫറൻസ്. അപ്പോ ഈ ഡിഫറൻസ് ഇങ്ങനെ ഇരട്ടിയായിട്ട് വരിക, 5 10 20 40 80 160. ഡിഫറൻസ് ഇങ്ങനെ ഇരട്ടിയായിട്ട് വരികയാണ് കേട്ടോ. 5 10 20 40 80 160. 5ന്റെ ഇരട്ടി 10, 10ന്റെ ഇരട്ടി 20, 20ന്റെ ഇരട്ടി 40, 40ന്റെ ഇരട്ടി 80, 80ന്റെ ഇരട്ടി 160. അപ്പോ ഇവിടെ 89 വരികയാണെങ്കിലാണ് കൃത്യമായിട്ടുള്ള ആൻസർ ആവുകയുള്ളൂ. അപ്പോൾ ആക്ച്വലി അവിടുത്തെ മിസ്സിംഗ് നമ്പർ ഏതാണ്, 89 ആണ് അവിടുത്തെ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത്. അവിടെ കണക്ഷൻ എന്താണ്, ഇരട്ടിയായിട്ട് വരും. ഡിഫറൻസ് അങ്ങനെ എന്താണ്, 5 10 20 40 80 160 320, ഇങ്ങനെ ഡിഫറൻസ് അങ്ങനെ ആയിട്ട് പോവാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 3 4 4 6 12 15 ഡാഷ് 49 196 201. ഇപ്പോ ഇവിടെ കണക്ഷൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കണക്ഷൻ ആണ്. 3ന്റെ കൂടെ 1 കൂട്ടി 4 വന്നു. 4 × 4 4 തന്നെ, 4 × 1 4 തന്നെ. 4ന്റെ കൂടെ 2 കൂട്ടി, 6 × 2 12. 12ന്റെ കൂടെ 3 കൂട്ടി, അപ്പൊ 15 കിട്ടി. 15 × 3 ആയിരിക്കും ഇനി ആൻസർ വരിക. അപ്പൊ ഇവിടുത്തെ കണക്ഷൻ എന്താണ് ആക്ച്വലി, ആദ്യം +1 പിന്നെ ഇൻറ്റു 1 പിന്നെ +2 പിന്നെ പിന്നെ ഇൻറ്റു 2 പിന്നെ +3
പിന്നെ ഇൻറ്റു 3 കണ്ടോ. അപ്പൊ 15ന്റെ കൂടെ 3 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 45 എന്ന ആൻസർ വരും അല്ലെ. 45 ആണ് 15 × 3 45 ആണ് ആൻസർ. കണ്ടോ. ഇനി മനസ്സിലായി, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ 45 വന്നു കഴിഞ്ഞാൽ 45ന്റെ കൂടെ 4 കൂട്ടിയാൽ 49. 49 × 4 196. 196ന്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ 201. അപ്പോ ആദ്യം +1, അതിനുശേഷം ×1, +2 × 2, +3 × 3. അങ്ങനെയാണ് ആ കണക്ഷൻ വരുന്നത്. അപ്പോ ഇവിടെ ആൻസർ എത്രയാണ് വരിക? 45 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. 45 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. 45 ക്ലിയർ ആണല്ലോ. 45 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള, അപ്പോ ഇങ്ങനെയുള്ള സീക്വൻസ് ഒക്കെ ചിലപ്പം ഒരു ടൈം അല്ലെ, ടൈം കില്ലിംഗ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കാരണം നമുക്കത് പെട്ടെന്ന് ഓടത്തില്ല. അപ്പോ വൺസ് അഗൈൻ എനിക്ക് പറയാനുള്ളത്, ഒരു സീരീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിഫറൻസിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോന്നാ. അതുണ്ടോ നോക്കുക. അതുണ്ടെങ്കിൽ അതായി. ഇല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് മെത്തേഡ് നോക്കുക. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടോ നോക്കുക. അതില്ലെങ്കിൽ സ്ക്വയറോ ക്യൂബോ റിലേറ്റഡ് ആയിട്ട് അതിൽ നിന്ന് ഒന്ന് കുറച്ചതോ ഒന്ന് കൂട്ടിയതോ അങ്ങനെയുള്ള കണക്ഷൻ ഉണ്ടോ നോക്കുക. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും, എന്തെങ്കിലും വല്ല ഇക്വേഷൻ ബേസ്ഡോ അല്ലെങ്കിൽ ഇപ്പൊ ഇതുപോലത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ ഏകദേശം ഒരു 8ഓളം ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചോ? അത് നിങ്ങൾ സാധിച്ചെങ്കിൽ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ്, ഈ ഒരു മെന്റൽ എബിലിറ്റി ഏരിയയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. CSEB എക്സാം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിരന്തരം നമ്മുടെ ചാനലിലെ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും ഈ ഒരു നമ്പർ സീരീസ് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ അതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.